നമസ്കാരം. അങ്ങനെ UDF 102 സീറ്റുമായി അധികാരത്തിലേറി. ഇനിയിപ്പോൾ മന്ത്രിസഭയിലോട്ടാണ് ചർച്ചകളൊക്കെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പം പ്രധാനപ്പെട്ട രണ്ട് ഘടകകക്ഷികൾ, ഒന്ന് കോൺഗ്രസ്, മറ്റൊരു പാർട്ടിയാണ് ലീഗ്, പിന്നെ RSP ഉണ്ട്. അപ്പം ബാക്കിയുള്ള പാർട്ടികളൊക്കെ ചെറുതാണ്. ഇപ്പം നോക്കുക, മുന്നണിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പാർട്ടികൾ ഒന്ന് കോൺഗ്രസ് ആണ്, മറ്റൊന്ന് 22 സീറ്റോളമായി മുമ്പിൽ നിൽക്കുന്നത് ലീഗാണ്. ലീഗിലോട്ട് വരുമ്പോൾ നമുക്കറിയാം 2011 അഞ്ചാം മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളിലേക്ക്, സാമുദായിക ധ്രുവീകരണത്തിലോട്ട് വരെ പോയിരുന്നൊരു വിഷയമൊക്കെ നമ്മൾ കണ്ടതായിരുന്നു. അപ്പം ഇപ്രാവശ്യവും ലീഗ് 5 മന്ത്രിസ്ഥാനം, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യങ്ങളെ അപേക്ഷിച്ച് ഇപ്രാവശ്യം 27 മണ്ഡലങ്ങളാണ് ലീഗ് മത്സരിച്ചത്. 27 22 സീറ്റ് ലീഗ് നേടിയിട്ടുണ്ട്. അതായത് ഏകദേശം ഒരു 90-93 ലീഗിന്റെ നിലവിലെ സ്ട്രൈക്ക് റേറ്റ്. ബാക്കി ഏത് മുന്നണിയെ വെച്ച് നോക്കിക്കഴിഞ്ഞാലും അപ്പോൾ നമുക്കറിയാം CPM 90ഓളം സീറ്റിൽ മത്സരിച്ചു. 28ഓളം MLA-മാരാണ് CPM-ന് കിട്ടിയത്. പക്ഷെ ലീഗ് 27 സീറ്റിൽ മത്സരിക്കുന്നു, 22ഓളം MLA-മാർ ലീഗിന് കിട്ടുന്നു. അപ്പം അത്തരത്തിൽ നോക്കുമ്പം വളരെയധികം മുമ്പിൽ നിൽക്കുന്ന സ്ട്രൈക്ക് റേറ്റുള്ള ഒരു പാർട്ടിയാണ് ലീഗ്. അതുകൊണ്ട് തന്നെ മുന്നണിയിൽ ഇപ്പോൾ നമുക്കറിയാം VD സതീശനെ മുഖ്യമന്ത്രി ആക്കുന്നതിൽ വരെ അതിശക്തമായി ഒരു അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു ചലനം പോലും ഇല്ലാതെ നിന്ന ഒരേ ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ അത് ലീഗ് മാത്രമാണ്. അപ്പം ലീഗിൽ എല്ലാവരും ആകാംക്ഷയോടെ നിൽക്കുന്ന ഒരു കാര്യമാണ് ആരായിരിക്കും അടുത്ത ലീഗിലെ മന്ത്രിമാർ എന്നുള്ളൊരു സംഭവം. ഇപ്പം അങ്ങനെ പ്രധാനപ്പെട്ട മന്ത്രിമാർ നോക്കുകയാണെങ്കിൽ യാതൊരുവിധ സംശയവും ഇല്ല, നിലവിലെ നമ്മൾ ഈ വരുന്ന നിയമസഭയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ള MLA എന്നുള്ള നിലയ്ക്ക് മലപ്പുറത്ത് നിന്ന് PK കുഞ്ഞാലിക്കുട്ടി തന്നെ ആയിരിക്കും. 85,000 കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം നിന്നതിനേക്കാൾ വോട്ട് ഷെയർ കൂടുതൽ വേണം എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ഇപ്രാവശ്യം മലപ്പുറത്ത് മത്സരിച്ചത്. അത് ഏകദേശം 85,000-ന് മുകളിൽ ഭൂരിപക്ഷം കിട്ടി. അപ്പം യാതൊരുവിധ തിരക്കും വേണ്ട. അക്കാര്യത്തിൽ എന്തായാലും ഒരു കാര്യം തീരുമാനം ലീഗിൽ ഉറപ്പിച്ചു കഴിഞ്ഞു. അത് മന്ത്രിസ്ഥാനം ഒന്ന് PK കുഞ്ഞാലിക്കുട്ടി എന്നുള്ളത് തന്നെയാണ്. അത് മുൻകാലങ്ങളിൽ കിട്ടിയ പോലെ വ്യവസായ മന്ത്രി എന്നുള്ള ഒരു സാധനമായിരിക്കും മിക്കവാറും PK കുഞ്ഞാലിക്കുട്ടി ചോദിച്ചു വാങ്ങാൻ പോകുന്ന ഒന്നാമത്തെ മന്ത്രിസ്ഥാനം. പിന്നെ PK കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞാൽ രണ്ടാമത് ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന മറ്റൊരു വ്യക്തിയാണ് PK ബഷീർ. ഏറനാട് നിന്ന് വരുന്ന PK ബഷീർ. പല മുഖ്യമന്ത്രിയായി ബന്ധപ്പെട്ട നിയമസഭയിൽ നിന്റെ വാപ്പാന്റെ തലയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെല്ലാവരും കണ്ടതാണ് PK ബഷീറിന്റെ പ്രസംഗവും കാര്യങ്ങളൊക്കെ. അപ്പം ലീഗിൽ നിൽക്കുന്ന രണ്ടാമത്തെ ഏറ്റവും വലിയ നേതാവാണ് ഈ പറഞ്ഞപ്പെട്ട പോലെ PK ബഷീർ. PK ബഷീറിന് ഏത് സ്ഥാനം കൊടുക്കുന്നുള്ളത് ഈ പറഞ്ഞ വളരെ ആകാംക്ഷയോട് കൂടി നിൽക്കുന്നതാണ്. ഇപ്പോൾ PK ബഷീറിന് നമ്മൾ മുമ്പ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യങ്ങൾ കൊടുത്ത പോലെ പൊതുമരാമത്ത് പോലത്തെ വകുപ്പായിരിക്കും മിക്കവാറും PK ബഷീർ മന്ത്രിയാവുകയാണെങ്കിൽ ലീഗിന് കൊടുക്കാൻ പോകുന്ന മറ്റൊരു മന്ത്രിസ്ഥാനം എന്ന് പറയുന്നത് പൊതുമരാമത്ത് വകുപ്പായിരിക്കും. അത് ഈ പറഞ്ഞ പോലെ PK ബഷീറിനായിരിക്കും. വ്യവസായ മന്ത്രി വകുപ്പ് PK കുഞ്ഞാലിക്കുട്ടിക്കും ആയിരിക്കും. മൂന്നാമത് വരുന്നതാണ് ലീഗിന്റെ ഏറ്റവും വലിയൊരു നേതാവ് KM ഷാജി എന്ന് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അഴീക്കോട് നിന്ന് തോറ്റും ഇപ്രാവശ്യം കുഞ്ഞാലിക്കുട്ടി നിന്ന മണ്ഡലത്തിൽ, കുഞ്ഞാലിക്കുട്ടി 2021 നിന്ന മണ്ഡലത്തിലാണ് ഇപ്രാവശ്യം നിന്നത്, വേങ്ങര. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത് ലീഗിന്റെ ഒരു കുത്തകയാണ്, അല്ലെങ്കിൽ ലീഗിന്റെ ഉരുക്കുകോട്ടയാണ് ഈ പറഞ്ഞ പോലെ ഈ മലപ്പുറം അല്ലെങ്കിൽ വേങ്ങര മണ്ഡലങ്ങളൊക്കെ. വേങ്ങര കുഞ്ഞാലിക്കുട്ടി ഒഴിവായിട്ട് മലപ്പുറം എടുക്കാൻ തന്നെ കാരണം ഭൂരിപക്ഷം കൂട്ടുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം കൊണ്ടാണ്. അപ്പം KM ഷാജിയുടെ കാര്യത്തിലോട്ട് വരുമ്പം ഷാജി പറഞ്ഞ പോലെ ലീഗിലൊരു മന്ത്രിസ്ഥാനത്തിന് എന്തായാലും അർഹതപ്പെട്ട ഒരാൾ തന്നെയാണ്. ഏത് മന്ത്രിസ്ഥാനം എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ളൊരു വ്യക്തത ഇല്ല. അത് ലീഗ് തീരുമാനിച്ച് പറയായിരിക്കും. മിക്കവാറും ഈ പറഞ്ഞ പോലെ വിദ്യാഭ്യാസത്തിന് ചാൻസ് ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ അതേസമയം തന്നെ നിൽക്കുന്ന മറ്റൊരു വ്യക്തിയാണ് മണ്ണാർക്കാട് നിന്ന് ജയിച്ചു വന്ന അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ. ഈ പറഞ്ഞ പോലെ ലീഗിൽ വിദ്യാഭ്യാസ മന്ത്രി വകുപ്പ് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ അർഹൻ അല്ലെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു നേതാവാണ് ഈ പറഞ്ഞ പോലെ മണ്ണാർക്കാട് നിന്ന് N ഷംസുദ്ദീൻ എന്ന് പറഞ്ഞാൽ. മറ്റൊരു നേതാവാണ് AKM അഷ്റഫ്. ഈ പറഞ്ഞ പോലെ ഏറ്റവും വലിയ നേതാവ് അല്ലെങ്കിൽ ഭയങ്കര സീനിയോറിറ്റി ഉള്ള നേതാവൊന്നുമല്ല. പക്ഷെ ലീഗിനെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡ് ജില്ലക്കും ഒരു പരിഗണന കൊടുക്കുക എന്നുള്ളൊരു സാധനം ലീഗിന് മുമ്പിലുണ്ട്. അപ്പം ലീഗ് നേടുന്ന ഏറ്റവും വലിയൊരു ആക്ഷേപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറം പാർട്ടി അല്ലെങ്കിൽ മലബാർ പാർട്ടി എന്നുള്ളതാണ്. മലബാറിനപ്പുറം മലപ്പുറം പാർട്ടി എന്നുള്ളതാണ്. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ 22 നല്ലൊരു ശതമാനം ഉള്ളത് മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രമായിരിക്കും ലീഗിന്. പിന്നെ അപ്പം ഈ പറഞ്ഞ പോലെ മണ്ണാർക്കാട് പെരിന്തൽമണ്ണ തൊട്ടടുത്ത് നിൽക്കുന്ന മണ്ഡലമാണ്. പക്ഷെ പാലക്കാട് ജില്ലയിലാണ് പെടുന്നത്. അതുകൊണ്ട് തന്നെ ഷംസുദ്ദീനെ അത്തരത്തിൽ നോക്കുമ്പോൾ ഷംസുദ്ദീന് ഒരു പ്രയോറിറ്റി അവിടെ കാണാണ്ട്. പാലക്കാട് ജില്ലയിൽ നിന്നൊരു മന്ത്രിയെ കൊടുക്കുക എന്നുള്ളത് ലീഗിന് ഒരു ഉദ്ദേശം ഉണ്ടാവും. അല്ലെങ്കിൽ ഈ പറയപ്പെട്ട പോലെ എല്ലാ മന്ത്രിമാരും മലപ്പുറത്ത് നിന്ന് വരുമ്പോൾ അത് വീണ്ടും വലിയ തരത്തിലുള്ള ചർച്ചയിലോട്ട് പോകും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മന്ത്രിമാരുള്ളത് മലപ്പുറം ജില്ലയ്ക്ക് എന്നുള്ള തലത്തിലെ കാരണം ലീഗിന് മാത്രമായിട്ട് 22ഓളം MLA-മാരുണ്ട് മൊത്തം പല നിയോജക മണ്ഡലങ്ങളായിട്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതലുള്ളത് ഈ മലപ്പുറം ജില്ലയിൽ നിന്നാണ്. അപ്പം ഏറ്റവും കൂടുതൽ മന്ത്രിമാരും മലപ്പുറം ജില്ലയിൽ നിന്ന് വന്നാൽ അത് വലിയ തരത്തിലുള്ള വിവാദങ്ങളിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ ജില്ലകൾക്കും ഒരു പരിഗണന കൊടുക്കുക എന്നുള്ളൊരു സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ AKM അഷ്റഫിന് ഒരു ചാൻസ് ഉണ്ട്.
അതേപോലെ മണ്ണാർക്കാടിന് ഷംസുദ്ദീൻ പറഞ്ഞ പോലെ 3 ടേം ജയിച്ചു കഴിഞ്ഞതാണ്. ഇത് 15 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ജയിച്ചു. ഇത് 20ാമത്തെ കൊല്ലത്തോട്ടാണ്. അപ്പോൾ ഷംസുദ്ദീന് സ്വാഭാവികമായിട്ടും വിദ്യാഭ്യാസ മന്ത്രി വകുപ്പ് ചോദിക്കാനൊരു ചാൻസ് ഉണ്ട് ഷംസുദ്ദീന്. പിന്നീട് അതേപോലെ തന്നെയാണ് പാറക്കൽ അബ്ദുള്ള ഈ പറഞ്ഞ പോലെ സീനിയോറിറ്റിയിൽ വളരെ മുമ്പിൽ നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ലീഗ് ഏത് തരത്തിലുള്ള അക്കോമഡേഷൻ കൊടുക്കുന്ന അറിയില്ല. പിന്നീട് ഇപ്രാവശ്യം നമുക്കറിയാം ഫാത്തിമ തഹലിയ ലീഗിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സ്ത്രീ പ്രതിനിധി ജയിച്ചു വരുന്നു. അപ്പം സ്ത്രീകൾക്ക് പരിഗണന കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളൊരു സാധനം അവിടെ ഒരു വശത്ത് ഇരിക്കുന്നുണ്ട്. പക്ഷെ മറുവശത്ത് പറഞ്ഞ പോലെ സീനിയോറിറ്റി അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി ജയിച്ചു വന്ന കുറേ നേതാക്കന്മാരുണ്ട്. അപ്പം ഏത് തരത്തിൽ അവരെ അക്കോമഡേഷൻ ചെയ്യുമെന്നറിയില്ല. പക്ഷെ ഈവൻ ഫാത്തിമ തഹലിയാക്ക് ഒരു മന്ത്രിസ്ഥാനം കിട്ടിയിട്ടില്ല എന്നിരുന്നാൽ പോലും ലീഗിലൊരു MLA ഒരു സ്ത്രീ പ്രതിനിധി വന്നു എന്നുള്ള തരത്തിൽ വലിയൊരു കാര്യം തന്നെയാണ് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഫാത്തിമ തഹലിയയുടെ കാര്യം. പിന്നീട് ലീഗ് ചോദിക്കാനുള്ള ഏറ്റവും കൂടുതൽ ചാൻസ് ഒന്നല്ലെങ്കിൽ പറയപ്പെട്ട പോലെ 5 മന്ത്രിമാർ. പക്ഷേ ഈ പറഞ്ഞ പോലെ 2011 ഇഷ്യൂ പോലത്തെ എന്തെങ്കിലും മറ്റ് പ്രശ്നങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ 5ാം മന്ത്രി സ്ഥാനമായി ബന്ധപ്പെട്ട വലിയ തരത്തിൽ കോലാഹലങ്ങൾ നടന്ന ഒരു വർഷമായിരുന്നു അത് 2016-15 കാലഘട്ടങ്ങളിലൊക്കെ. അപ്പോൾ അത് ഏറ്റവും വലിയ ലീഗിനെ ഒലച്ച ഒരു വർഷം കൂടിയായിരുന്നു. അപ്പം ലീഗ് 5ാം മന്ത്രി സ്ഥാനം ചോദിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ അത് എങ്ങനെ UDF എങ്ങനെ സ്ഥാനം അക്കോമഡേറ്റ് ചെയ്യും എന്നുള്ളതാണ് വളരെയധികം നമ്മൾ ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നത്. ഇൻ കേസ് അങ്ങനെ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ലീഗിന് എന്ത് എന്നുള്ളൊരു സാധനമുണ്ട്. അപ്പോൾ ഈ പറയപ്പെട്ട പോലെ എന്തായാലും ലീഗിന് 4 മന്ത്രിസ്ഥാനം ഉറപ്പാണ്. 5 കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം മാത്രമേ നമ്മൾ നോക്കേണ്ടുള്ളൂ. അങ്ങനെ 5 കൊടുക്കുന്നില്ല, 4 മന്ത്രിമാർ മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ പിന്നെ ലീഗ് ചോദിക്കുന്ന മറ്റൊരു കാര്യമായിരിക്കും ഡെപ്യൂട്ടി സ്പീക്കർ പദവി. പിന്നെ അതുപോലെ തന്നെ ചീഫ് വിപ്പ്, ഈ 2 പൊസിഷൻ ലീഗ് ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പം ഇത്തരത്തിലായിരിക്കും ലീഗിൻ്റെ ഇപ്രാവശ്യത്തെ ഒരു വിലപേശൽ UDFൻ്റെ ഉള്ളിൽ.